ഞാൻ നല്ല ഗ്രൈൻഡിങ്ങിലായിരുന്നു. യെസ് ഗൈസ്, നമ്മൾ വല്ലാത്ത ഗ്രൈൻഡിങ്ങിലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വീഡിയോൻ്റെ ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പോയതായിരുന്നു. അതിനുശേഷം ഞാൻ നൈസായി ചാവുകയും നമ്മൾ ആർമർ ഉണ്ടാക്കി. കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ ആർമർ ഫുൾ അവിടെ കളഞ്ഞ ഡീസ്പോൺ ആവുകയും ചെയ്തിന്. ഞാൻ നല്ല ഗ്രൈൻഡിങ്ങിലായിരുന്നു. നമ്മൾ കുറേ എല്ലാം കണ്ടുപിടിച്ച് മൈനെല്ലാം ചെയ്ത് അങ്ങനെ സക്സസ്ഫുള്ളി ഇപ്പം നമ്മൾ ഒരു അയൺ സ്വാഡും ഒരു അയൺ പിക്കാക്സും 24 അയൺ വീട്ടിലുണ്ട്. പിന്നെ ഒടുവിൽ നമ്മുടെ എല്ലാ ഇതുമാക്കിന് നമ്മളെല്ലാ അയൺ ആർമർ തിരിച്ച് നമ്മൾ കൊണ്ടുവന്നതിന് പ്ലസ് ഷീൽഡും കൊണ്ടുവന്നു. ഓക്കെ, പിന്നെ നമ്മളെ പുതിയ സ്കിന്നാണ്. അങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കുക. കണ്ടെന്ന് തോന്നുന്നോ, നിങ്ങൾ ആദ്യം കണ്ടതല്ലേ, അത്രേ ഉള്ളൂ. അങ്ങനെ സ്കിന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം എന്തിനും ഇവിടെ വന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഫുഡിൻ്റെ ക്ഷാമം അങ്ങ് തീർക്കാൻ പോകുന്ന. യെസ്, നിങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല. ഓക്കെ, ഇപ്പം ഇന്ന് നമ്മളൊരു കൗ ഫാം വെക്കുന്നു. കണ്ട ബാക്കിലെടുത്താൻ കണ്ട, അവനിന്ന് അവൻ്റെ കഥ ഇന്ന് കഴിയും ഗൈസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇപ്പം ലൈക്ക് അടിക്കുക. നമ്മളെ ലൈക്ക് ടാർഗറ്റ് 10 ലൈക്സ് ആണ്. ഓക്കെ, നമുക്ക് ലാഗെല്ലാം അടിക്കുന്നുണ്ട്, കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മഴ കൊണ്ട്. എന്തായാലും നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മൾ ഓൾറെഡി എടുത്തിന്, അത് എടുത്തിട്ട് നമുക്ക് അത് നമ്മൾ എടുത്തിട്ട് നേരെ കവന ഇതാക്കിയിട്ട് 10 ഉണ്ടാവില്ല, ഒരു 1000 ബ്ലോക്കായിട്ട് അങ്ങോട്ടാണ് നമ്മളെ വീട്. അങ്ങനെ പോകണം. ലോസ്റ്റ് ആയില്ലെങ്കിൽ ലോസ്റ്റ് അല്ല. ഇവിടോടെ ഒരു പശുവിനൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. കേസ് എന്തായാലും ഞാൻ വലിയ ഈ ഒരു ഗ്രൈൻഡിങ് പാർട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. വീഡിയോൻ്റെ തുടക്കം തന്നെ ഒരു എഡിറ്റർ കട്ടി കാണാൻ ഗൈസ്, എനിക്ക് കാണാൻ ഗൈസ്. ഞാൻ നല്ലോണം എൻ്റെ വീട് ലോസ്റ്റ് ആയിട്ട് ഞാൻ നൈസായിട്ട് നാളെ റെൻഡർ ഡിസ്റ്റൻസ് എല്ലാം കൂട്ടി വരുന്നതിന് വരികയായിരുന്നു. അപ്പോഴാണ് ഗൈസ് നമ്മൾ ഇപ്പം ഇവിടെ നിന്ന് കാണില്ല എന്ന് വെച്ചാൽ ഞാൻ റെൻഡർ ഡിസ്റ്റൻസ് വീണ്ടും കുറച്ചാക്കിന്. തിരിച്ചു വന്ന് നമ്മൾ റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടി വെച്ച് നോക്കുമ്പോഴാണ് ഗൈസ് ഇവിടെ ആയിരുന്നില്ലേ. ഹലോ, അതാ. യെസ് ഗൈസ്, അവർ വില്ലേജ്. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. നമ്മളെ വീട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു വില്ലേജ് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഓനെ വീട് വരുത്തിയ ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ലൂട്ട് ചെയ്യേണ്ട സമയമാണ്. മറ്റേ ബ്ലാക്ക് സ്മിത്ത് ആയിട്ടുണ്ടെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കൊരു ഡയമണ്ട് ഈ എപ്പിസോഡിൽ തന്നെ, നമ്മളെ 2ാമത്തെ എപ്പിസോഡിൽ തന്നെ ഒരു ഡയമണ്ട് കിട്ടുന്നതായിരിക്കും. ഏകദേശം അത്യാവശ്യം വലുതാണ്. പക്ഷേ ഇതുവരെ ഞാനൊരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് കണ്ടിട്ടില്ല. ഞാനിതുവരെ ഞാൻ ഇതുവരെ കുറേ വില്ലേജ് കണ്ടുപിടിച്ചിനി. അത് നമ്മളിങ്ങനെ കളിക്കല്ലോ വെറുതെ, അല്ലാണ്ട് യൂട്യൂബിലിടുന്നില്ല. ഞാൻ കുറേ വില്ലേജ് കണ്ടുപിടിച്ചതിന് പക്ഷേ ഇതുവരെ നമുക്കൊരു ബ്ലാക്ക് സ്മിത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കിട്ടാനും വളരെ കുറഞ്ഞ സാധ്യതയാണ്. എന്നാലും നമുക്കൊന്ന് പരതിയേക്കാം. കിട്ടിയാൽ ഭാഗ്യം, കിട്ടിയില്ലെങ്കിൽ പോയി. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. KKPP. ഓക്കെ, KKPP അല്ല, സോറി PP. അങ്ങനെ പോയാൽ പോയി, അത്രേ ഉള്ളൂ. എൻ്റെ മണ്ണറിയാ, ഇതെന്തെന്നാണ് ഇസനക്ക് ഇതാണ് ഒരു ബ്ലാക്ക് സ്മിത്ത് എല്ലാം കിട്ടുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മളൊരു വില്ലേജ് കണ്ടുപിടിച്ചിരി. ആസിനൊന്നും നമുക്കിനി കുറേ വില്ലേജ് ബ്രീഡറും അയൺ ഫാമിലാക്കണമെങ്കിൽ ഇവിടെ നിന്ന് വില്ലേജേഴ്സിന് എടുത്താൽ മതി. പക്ഷേ ഇനി ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് നമ്മളുടെ അടുത്തേക്കെന്ന് ഒരു പിടിയുമില്ല. തൽക്കാലത്തേക്ക് ഇപ്പം നമുക്ക് കുറച്ച് ബ്ലോക്ക് എടുത്ത് കയ്യിൽ വെച്ചേക്കാം. നമുക്ക് അവരെ മൊത്തം വീട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഫുൾ പൂട്ടിയേക്കാം. ഇതെങ്ങനെ വെള്ളടിക്കുക? ഐ തിങ്ക് ഷീൽഡ് മാറ്റേണ്ടി വരും. പൊട്ടിപ്പോയിക്കോ. എല്ലാവരും ഉണ്ട്. ഓക്കെ, അവനങ്ങോട്ട് വന്നു. പെട്ടെന്ന് പോടാ കളിക്കാണ്ട്.
കേക്ക് കടിച്ചോട്ടിക്കോ. എൻ്റെ വീട്ടിൽ ലൂട്ടടിക്കാണ്ടെന്നറിയാം, നോക്കട്ടെ. അവൻ പോയി, അതും തിരിച്ചു പോയി ഗൈസ്. നോ പ്രോബ്ലം. നോക്കി എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ലൂട്ടുണ്ടോ നോക്കിയിട്ട്. ഓക്കെ, നമുക്ക് തിന്നാനുള്ള ഭക്ഷണം അതിന് പൊട്ടാറ്റോ ഓടിക്കട്ട്. പിന്നെ നമുക്ക് വീണ്ടും പോയി ബെല്ലടിച്ചിട്ട് വീണ്ടും നമുക്ക് പണി തുടങ്ങാം. എൻ്റെ ദൈവമേ, ബെല്ലടിക്കട. അങ്ങോട്ടോ അത്രയുള്ളൂ പൂട്ടിക്കോ. ഏതോ ഓർമ്മ പോയിട്ടുണ്ട്. അവൻ്റെ ബാക്കിൽ വാങ്ങി ശിവൻ നമുക്ക് മിക്കവാറും വേണ്ടി വരും. ഓക്കെ, സെറ്റ്. അതിൽ തന്നെ പൂട്ടിയിട്ടിനെങ്കിൽ ഇനി ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാം പൂട്ടണം. ഇവിടെ എത്ര വില്ലേജർമാരാണ്. നമുക്ക് എല്ലാവരും ഇങ്ങോട്ട് ഓടുന്നുണ്ട്. നോക്കിയൊക്കെ അവരങ്ങോട്ടൊക്കെ ആയിരുന്നു. കയറിയില്ല. നോ പ്രോബ്ലം ഗൈസ്. നമുക്ക് 2 ആൾക്കാരെ കിട്ടി. അങ്ങനെ ധാരാളം. ഓക്കെ, ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. ഇവിടെ നല്ല നൈസ്. ഇവിടെ ഫുൾ ആൾക്കാർ വന്നിട്ടുണ്ട്. ഓക്കെ, ഏകദേശം നമുക്ക് അത്യാവശ്യം വേണ്ട വില്ലേജസിനെല്ലാം നമ്മൾ പൂട്ടിയിട്ടി. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ബാക്കി ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഹലോ ബ്രോ. ഇവൻ ആർമറാണോ ഗൈസ്? അല്ല, ലെതറാണ്. എന്തൊക്കെ ഇനി നമുക്കിവിടെ തിരിച്ചു വരണം. ഓക്കെ, അതല്ല, നമുക്ക് വഴിയെ നോക്കാം. നമുക്കിനി വീണ്ടും എന്തായാലും നമ്മൾ ഈ ഒരു വില്ലേജ് ഒന്ന് ലൂട്ടടിച്ചിട്ടും അതേപോലെ തന്നെ നമ്മളെ വീട് ഒന്ന് തിരിച്ചടിക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ഈ വില്ലേജ് ഒന്ന് ലൂട്ടടിക്കട്ടെ. ഓക്കെ, അപ്പം വീണ്ടും ക്യാറ്റിനെ ഫുൾ മാറ്റി ഗൈസ്. നമ്മളെ പ്ലാൻ മൊത്തം മാറ്റി. നമ്മളിന്നൊന്നും ചെയ്യുന്നില്ല ഗൈസ്. ആകെ ഇത് വീഡിയോ ഇടുന്നത് ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കുന്നതാണ്. ഓക്കെ, ഒന്നുമില്ല ഗൈസ്. നമ്മൾ നൈസായിട്ട് 2-3 പ്രാവശ്യം ചത്തു. ഒരു ഹാർട്ട് കൊണ്ടാണ് നമ്മളങ്ങനെ കണ്ടുപിടിച്ചത്. പശുവിനെ കണ്ടുപിടിച്ചു. ആ വില്ലേജിൽ നിന്ന് വരുന്ന സമയത്താണ് ഇതൊക്കെ കേവിൽ കൊണ്ടുവരാത്തത്. എങ്ങനെയൊക്കെയോ നമ്മൾ സർവൈവ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഇവിടെ വന്നിട്ട് നമുക്ക് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. സോ അതൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങൾ ചോദിക്കും വേർ ഈസ് കൗ ഫാം. നമ്മൾ കൗ ഫാം ഇതുവരെ ഉണ്ടാക്കിയിട്ടെന്ന് വെച്ചാൽ നമ്മൾ പശുവിനെ എടുത്തിട്ടില്ല. മതിയായിട്ട് പശുവിനെ എടുത്തിട്ടില്ല. പക്ഷേ നമ്മളപ്പോൾ ഈ വീഡിയോ എന്തായാലും നമ്മൾ ലേറ്റായിട്ട് എഴുതായിരിക്കും. ഒരു 10 മണിയാകുമ്പോൾ വരും. എന്ന് വെച്ചാൽ നമ്മൾക്ക് കുറേ സമയം കഴിഞ്ഞ് ഇപ്പം തന്നെ സമയം 9 മണിയാവാനായിട്ടായി. ഓക്കെ, പിന്നെ ഞാൻ കണ്ടിന്യൂസ് അല്ല കളിക്കുന്നത്. ഞാൻ ഏകദേശം നിർത്തി. ഞങ്ങൾക്ക് മതിയായിട്ട് ഞാൻ ഓഫാക്കി അവിടെ വെച്ചിട്ട് വീണ്ടും ഇത് ഓപ്പണായി കളിക്കുന്നതാണിപ്പോൾ. അതിൻ്റെ ഇടക്കാണ് നമ്മൾ ഓടുന്ന സമയത്ത് നമ്മളെ വീട് കിട്ടിയത്. ഓക്കെ, നമ്മളെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിട്ട് നമ്മൾ നൈസായിട്ട് നമ്മളെ കൗവിനെ കണ്ടുപിടിച്ച് കൗ ഫാം ആക്കിയിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യാം. അല്ലാണ്ട് കൗരെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും അതിന് ശേഷമുള്ള ഇതും അല്ലാക്കിയത് വേണ്ട ഗൈസ്. നമുക്ക് മതിയായി. അവിടെ നമ്മളെന്തായാലും ഒരു കൗ ഫാം ആക്കിയിട്ട് നമുക്കിനി കാണാം ഗൈസ്.